Good morning. Welcome to my YouTube channel Physics Searcher. ഫിംഗർ സെർച്ചർ പി എസ് സി എക്സാമിന് വേണ്ടിയുള്ള ടോപ്പിക്സാണ് ഞാനിപ്പോൾ ഇടാൻ പോകുന്നത്. ആദ്യം ഇലക്ട്രോണിക്സിൻ്റെ റെക്ടിഫയേഴ്സാണ് എടുക്കുന്നത്. റെക്ടിഫയേഴ്സ് എന്ന് കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാലറിയാം. റെക്ടിഫയേഴ്സ് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. സോ ഇനിയും അതിൽ നിന്നും ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം റെക്ടിഫയേഴ്സ് എന്താണെന്ന് നോക്കാം. റെക്ടിഫയർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ്. ആ സർക്യൂട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. എ സിയെ ഡി സിയിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. എ സി എന്ത് ചെയ്യുന്നു? ഡി സിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഡി സി വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു പൾസേറ്റിംഗ് ഡി സി വോൾട്ടേജ് ആയിരിക്കും. എങ്ങനത്തെ ആയിരിക്കും? ഒരു പൾസേറ്റിംഗ് ഡി സി വോൾട്ടേജ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായി കിട്ടുക. അപ്പോൾ നമ്മൾ എ സി വോൾട്ടേജ് ഇൻപുട്ടായി കൊടുക്കുന്നു, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? ഒരു പൾസേറ്റിംഗ് ഡി സി വോൾട്ടേജ് ആയിട്ടായിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇനി റെക്ടിഫയേഴ്സ് പലതരമുണ്ട്. ബേസിക്കലി നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയേഴ്സുമാണ് കണ്ടിട്ടുള്ളത്. എന്നാലും അല്ലാതെ രണ്ട് ടൈപ്പ് കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. ഫുൾ വേവ് ബ്രിഡ്ജ് സർക്യൂട്ടും വോൾട്ടേജ് മൾട്ടിപ്ലയർ സർക്യൂട്ടും. പഠിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലും 3 കണ്ടൻറ്റാണ് പഠിക്കുന്നത്. ഇതൊക്കെയാണ് ഹാഫ് വേവ് റെക്ടിഫയർ പഠിക്കും, ഫുൾ വേവ്, ദെൻ ബ്രിഡ്ജ് സർക്യൂട്ട്. ഇനി ഹാഫ് വേവ് റെക്ടിഫയർ ആ പേരിൽ നിന്ന് തന്നെ ഉണ്ട്. എന്താണ്? ഹാഫ് പോർഷൻ മാത്രം റെക്ടിഫൈ ചെയ്ത് വരുന്ന ഒരു സർക്യൂട്ട്. അപ്പം നമുക്ക് എന്താ ഹാഫ് വേവ് റെക്ടിഫയേഴ്സിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയേഴ്സിൻ്റെ സർക്യൂട്ട് നോക്കൂ. ഹാഫ് വേവ് റെക്ടിഫയർ, അപ്പം ഞാൻ പറഞ്ഞു പേര് പോലെ തന്നെ ഹാഫ് പോർഷനാണ് എന്ത് ചെയ്യുന്നത്? റെക്ടിഫൈ ചെയ്ത് വരുന്നത്. ഈ സർക്യൂട്ടിനകത്ത് നോക്കിയാൽ അറിയാം ഒരു ഇൻപുട്ട് സിഗ്നൽ ഉണ്ട്. ആ ഇൻപുട്ട് സിഗ്നൽ കൂടാതെ നമുക്ക് ഒരു ഡയോഡുണ്ട്, ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ റെസിസ്റ്റൻസ് ലോഡ് റെസിസ്റ്റൻസ് ആണ്. ഈ ലോഡ് റെസിസ്റ്റൻസിന് എക്രോസ് ആയിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഔട്ട്പുട്ട് എടുക്കുന്നത്. ലോഡ് റെസിസ്റ്റൻസിന് എക്രോസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഡയോഡും റെസിസ്റ്റൻസും എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? സീരീസ് കണക്ഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ സീരീസ് കണക്ഷനിൽ നമ്മൾ ഡയോഡും റെസിസ്റ്റൻസും കണക്ട് ചെയ്യുന്നു. ഒരു ഇൻപുട്ട് വോൾട്ടേജ് സീരീസായി തന്നെ കൊടുക്കുന്നു. ഇനി നമുക്ക് നോക്കിയാൽ അറിയാം ഇൻപുട്ട് സിഗ്നൽ വി എം എന്ന് കാണിച്ചിട്ടുണ്ട്. ഇൻപുട്ട് സിഗ്നൽ ഒരു എ സി സിഗ്നലാണ്. ആ വി എം എന്ന് പറഞ്ഞിരിക്കുന്ന സിഗ്നലിൽ ആദ്യം നോക്കൂ എന്താണ് അതിൻ്റെ വർക്കിംഗ് എന്ന് നോക്കാം. ആദ്യം ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഓർക്കണം, ഇത് ഹാഫ് വേവ് റെക്ടിഫയർ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് പാർട്ട് ബൈ പാർട്ടായിട്ട് എന്ത് ചെയ്യാനൊക്കെയുള്ളൂ? ഇൻപുട്ട് കൊടുക്കാനൊക്കെയുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഹാഫ് സൈക്കിൾ നോക്കാം. ആദ്യം ഈ പോർഷൻ തൊട്ട് ഇതുവരെയുള്ള പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് ഞാനിവിടെ ഈ സർക്യൂട്ടിനകത്തേക്ക് അയക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കൊടുക്കുന്ന പോസിറ്റീവ് സൈക്കിൾ ആദ്യം ഈ സർക്യൂട്ടിൽ വരുന്നു. സർക്യൂട്ടിനകത്ത് ഇവിടെയാണ് ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നത്. ഈ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ നേരെ ഡയോഡിലെത്തും. ഡയോഡിലെത്തുമ്പോൾ ഡയോഡ് എന്തായി മാറും? പോസിറ്റീവ് സിഗ്നലിലേ വരുന്നത്. ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആവും. ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആക്കിയ എന്താണ് അവസ്ഥ? അതുവഴി കറണ്ട് ഫ്ലോ ചെയ്യുമല്ലോ. കറണ്ട് ഫ്ലോ ചെയ്യുന്നതിനോടൊപ്പം ഇവിടെ ഉള്ള RLൽ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് വി എമ്മും കിട്ടും, ഐ എമ്മും കിട്ടും. വി എം എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഇവിടെ ഉണ്ടാകുന്ന വി എം, ഇതാണ് ഐ എം. അതായത് അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് വി എം എന്നും ഇവിടെ ഉണ്ടാകുന്ന ഇവിടെ ഉണ്ടായ കറണ്ട് എന്ന് പറയുന്നത് ഐ എമ്മുമാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പോസിറ്റീവ് സിഗ്നൽ കൊടുത്തു. പോസിറ്റീവ് സിഗ്നൽ കൊടുത്തപ്പോൾ നമുക്ക് എന്തായി? ഡയോഡ് ഫോർവേഡ് ബയാസ്ഡായി. ഫോർവേഡ് ബയാസ്ഡ് എന്ന് പറഞ്ഞാൽ അറിയാം ഡയോഡ് ഓൺ സ്റ്റേറ്റിലാണ്. അപ്പോൾ ഡയോഡ് ഓൺ സ്റ്റേറ്റിലായപ്പോൾ എന്ത് ചെയ്തു? നമുക്ക് അതുവഴി അവിടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്തു. ആ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിൻ്റെ ഭാഗമായി RLൽ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുന്നു. ആ വോൾട്ടേജ് ഡ്രോപ്പ് വഴി നമുക്ക് എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ട് കിട്ടുന്നു.
അപ്പോൾ നമുക്കറിയാം റെക്ടിഫയറിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ എ സി വോൾട്ടേജ് കൊടുക്കുക, ഡി സി വോൾട്ടേജായി ഔട്ട്പുട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് കിട്ടിയല്ലോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആവുകയും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യും. അടുത്തത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. നെഗറ്റീവ് ഹാഫ് സൈക്കിളിലേക്ക് ഇൻപുട്ട് നമ്മൾ കടത്തിവിടുകയാണ്. കടത്തിവിടുമ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ അല്ലേ, അപ്പോൾ ഡയോഡ് എന്ത് ചെയ്യും? റിവേഴ്സ് ബയാസ്ഡ് ആവും. ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ അതുവഴി കറണ്ട് ഫ്ലോ ചെയ്യുമോ? ഇല്ല, അതുവഴി കറണ്ട് ഫ്ലോ ചെയ്യുകയില്ല. കറണ്ട് ഫ്ലോ ചെയ്താലല്ലേ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അപ്പോൾ നോ വോൾട്ടേജ് ഡ്രോപ്പ് ആൻഡ് നോ കറണ്ട് ഫ്ലോ. അതുവഴി കറണ്ട് ഫ്ലോയും ഇല്ല, അതുവഴി വോൾട്ടേജ് ഡ്രോപ്പും ഇല്ല. അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആവുമ്പോൾ ഡയോഡ് ഓഫ് സ്റ്റേറ്റിലായിരിക്കും. ഓഫ് സ്റ്റേറ്റിലായിരിക്കുമ്പോൾ അതുവഴി കറണ്ട് ഫ്ലോയും ഇല്ല, അതുവഴി വോൾട്ടേജ് ഡ്രോപ്പും ഇല്ല. ഇനി ആ പോയിന്റിനെ ഇങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നെഗറ്റീവ് ഇൻപുട്ട് ഹാഫ് സൈക്കിൾ ഈസ് സപ്രസ്ഡ്. നോക്കൂ, നമ്മളിവിടെ കൊടുത്ത സിഗ്നലിൽ ഇൻപുട്ട് കൊടുത്തു. ആദ്യം പോസിറ്റീവ് കൊടുത്തു, ഔട്ട്പുട്ട് കിട്ടി, വി എമ്മും കിട്ടി, ഐ എമ്മും കിട്ടി. അടുത്ത നെഗറ്റീവ് കൊടുത്തു, വി എം കിട്ടിയോ? ഇല്ല. ഇൻപുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടിയോ? ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തിട്ട് ഇല്ല. ഔട്ട്പുട്ട് കറണ്ടും ഇല്ല. ഇനി ഔട്ട്പുട്ട് എങ്ങനെയുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നിന്ന് കിട്ടുക എന്നതിനെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു പൾസേറ്റിംഗ് ഡി സി വേവ് ആയിരിക്കും. എ സിയെ ഡി സി ആക്കുക എന്നതാണ് റെക്ടിഫയറിൻ്റെ യൂസ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ പൾസേറ്റിംഗ് ഡി സി വേവ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിന് റിപ്പിൾ ഫ്രീക്വൻസിയും ഉണ്ടാവും. ഈ റിപ്പിൾ ഫ്രീക്വൻസി എന്താണ് നമ്മൾ താഴെ പറയുന്നുണ്ട്. അടുത്തറിയേണ്ടത് ഇതിൻ്റെയൊക്കെ കുറച്ച് ആവറേജ് വാല്യൂസാണ്. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ അറിയണം. നമ്മൾ ഈ സിഗ്നലിലൊക്കെ കണ്ടില്ലേ വി എം എന്നൊക്കെ എഴുതിയിരിക്കുന്നത്? നോക്കൂ, വി എം ഔട്ട്പുട്ടിൽ വി എം എന്ന് എഴുതിയിരിക്കുന്നു, ഇവിടെ ഐ എം എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് അറിയണ്ടേ? അതിന് വേണ്ടി ആദ്യം നമുക്ക് കുറച്ച് വാല്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വി എം അതായത് നമ്മൾ ഈ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജിൻ്റെ മാക്സിമമാണ് വി എം എന്ന് പറയുന്നത്. സപ്ലൈ വോൾട്ടേജിൻ്റെ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ് വി ആർ എം എസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന, അതായത് ഔട്ട്പുട്ടിൽ അഥവാ ലോഡിൽ നമുക്ക് കിട്ടുന്ന കറണ്ടിൻ്റെ മാക്സിമം വാല്യൂ ആണ് ഐ എം എന്ന് പറയുന്നത്. ഐ എം. അതുപോലെ ലോഡിൽ കിട്ടുന്ന ആർ എം എസ് കറണ്ടാണ് ഐ ആർ എം എസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലോഡിൽ ഒരു വോൾട്ടേജ് കിട്ടുമല്ലോ, ആ വോൾട്ടേജിൻ്റെ ആവറേജിനെ വിളിക്കുന്നതാണ് വി ഡി സി. കാരണം ഔട്ട്പുട്ടിൽ നമുക്ക് എ സിയെ ഡി സി ആക്കിയുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ വോൾട്ടേജ് എന്ന് പറയുന്നത് ഡി സി വോൾട്ടേജ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആവറേജ് ഡി സി വോൾട്ടേജ് അക്രോസ് ദ ലോഡ് വി ഡി സി. അതുപോലെ ലോഡിൽ നിന്ന് കിട്ടുന്ന ആവറേജ് ഡി സി കറണ്ടാണ് ഐ ഡി സി എന്ന് പറയുന്നത്. വോൾട്ടേജിൽ